ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഷവർമൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഷവർമ. പിന്നെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ കുബൂസിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. കുബൂസിൻ്റെ മാവ് റെസ്റ്റ് ചെയ്യാൻ ഒരു 6-7 മണിക്കൂർ വെക്കണം. ആ ടൈം ഒഴിച്ചാൽ ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഏകദേശം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഷവർമൻ്റെ ആ ഒരു സെയിം ടേസ്റ്റും കിട്ടും. അപ്പം വീഡിയോയിലേക്ക് പോണതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഷവർമക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുബൂസിലേക്ക് വേണ്ട ഈസ്റ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് നേരിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു അരമണിക്കൂർ ഇതൊന്ന് ഫെർമെൻറ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് അതൊന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ച ഈസ്റ്റ് അരമണിക്കൂർ കഴിഞ്ഞപ്പം ആക്റ്റീവായി വന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യാം. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് കുഴച്ചെടുക്കുക. പച്ചവെള്ളമാണ് എടുക്കേണ്ടത്. പിന്നെ വെള്ളത്തിന് പകരം വേണമെങ്കിൽ പാൽ യൂസ് ചെയ്യാം. പാൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുബൂസ് കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് കിട്ടും. ഇത് നല്ലോണം ഫോഴ്സ് കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് എങ്കിലും നന്നായിട്ട് കുഴച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഒലിവ് ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ട് ഇതൊരു 6-7 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പം ഈ പാത്രത്തിൻ്റെ മേൽഭാഗം ഒരു നനവുള്ള തുണി വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം. 6-7 മണിക്കൂറൊക്കെ കഴിയുമ്പം ഈ മാവ് നല്ല സോഫ്റ്റ് ആവും. പിന്നെ കുറച്ചൊന്ന് പൊങ്ങി വരും ചെയ്യും. അപ്പം ഇത് ബൗളിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലുള്ള കുബൂസാണോ വേണ്ടത് ആ ഒരു സൈസിനനുസരിച്ചിട്ട് ഈ മാവ് ഡിവൈഡ് ചെയ്തെടുക്കുക. ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഒരു 8 ബോൾസ് ആക്കിയിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് നല്ല വലിയ കുബൂസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 7 എണ്ണം ആക്കിയിട്ട് ചെയ്യുക. അല്ല ചെറുത് മതി എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് 8-9 ഒക്കെ ആക്കാം. ഇനി ഇത് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ പൊടിയിട്ടിട്ട് പരത്തിയെടുക്കുക. പിന്നെ അധികം നൈസാക്കരുത്, കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കാൻ നോക്കുക. ഇതുപോലെ എല്ലാം പരത്തിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ചുടാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനോ അല്ലെങ്കിൽ ഇതുപോലൊരു തവയോ ചൂടാക്കാൻ വെക്കുക.
തവ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയം ആക്കുക. എന്നിട്ട് നമ്മൾ പരത്തി വെച്ചേന്ന് ഒരു കുബൂസ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കണം. ഇത് നമ്മൾ നൈസ് പത്തിരിയൊക്കെ ചുടുന്ന പോലാണ് ചുട്ടെടുക്കേണ്ടത്. ആദ്യം ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പം ബബിൾസ് വരാൻ തുടങ്ങും. അങ്ങനെ ബബിൾസ് വരുമ്പം ഒരു പ്രാവശ്യം കൂടെ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വീർത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ള കുബൂസും ചുട്ടെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം 200 ഗ്രാമിൻ്റെ അടുത്തുണ്ട്. ബോൺലെസ് പീസാണ് വേണ്ടത്. ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഓരോ ടീസ്പൂൺ വീതം പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക. അത് കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഈ മസാലയൊക്കെ ചിക്കനിൽ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കുക. അത് കഴിഞ്ഞാൽ നമുക്കിത് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഒലീവ് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒലീവ് ഓയിലിന് പകരം വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും യൂസ് ചെയ്യാം. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആവുന്ന വരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് പൊരിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് ചൂടൊന്ന് വിട്ട് കഴിഞ്ഞാൽ കട്ടിംഗ് ബോർഡുമ്മ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ഇങ്ങനെ ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷവർമൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിംഗ് ബോൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് ക്യാബേജ് മുറിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് മുറിച്ചതും പിന്നെ 1/2 കപ്പ് ഉള്ളി മുറിച്ചതും കുറച്ച് മല്ലിയില മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് മുറിച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. പിന്നെ ചില സ്ഥലത്തൊക്കെ കക്കിരി ചേർക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് കക്കിരി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മുറിച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അതും ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഈ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഷവർമ സമൂസൻ്റെ റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം അറിയാത്തവർ അത് പോയിട്ട് കാണുക. പിന്നെ ഗാർലിക് പേസ്റ്റിന് പകരമായിട്ട് വേണമെങ്കിൽ മയോണൈസും യൂസ് ചെയ്യാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക.
ഇപ്പോൾ നമ്മുടെ ഷവർമ്മക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് അസംബിൾ ചെയ്തെടുക്കാം. ആദ്യം ഒരു ബട്ടർ പേപ്പറിൽ കുബൂസ് വെക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഗാർലിക് പേസ്റ്റും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ കുബൂസിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഫില്ലിങ് ഇങ്ങനെ നീളത്തിൽ വെച്ച് കൊടുക്കുക. എന്നിട്ടിത് നല്ല ടൈറ്റാക്കിയിട്ട് റോൾ ചെയ്തെടുക്കണം. ഇങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബട്ടർ പേപ്പറിൽ ഒന്ന് കവർ ചെയ്തെടുക്കുക. ഒരു സൈഡ് ഇതുപോലെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. മറ്റേ ഭാഗം ജസ്റ്റ് ഒന്ന് പിരിച്ചു വെക്കും ചെയ്യുക. ഇതേപോലെ ബാക്കിയുള്ള കുബൂസിലും ആദ്യം ഗാർലിക് പേസ്റ്റും ടൊമാറ്റോ കെച്ചപ്പും ആക്കി കൊടുത്തിട്ട് പിന്നെ ഫില്ലിങ് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഷവർമ്മ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും എത്രയോ ഹെൽത്തിയാണ് വീട്ടിലുണ്ടാക്കുന്നത്. അപ്പം ട്രൈ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരണം. ഇമെയിൽ ID ഞാൻ വീഡിയോൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ റെസിപ്പീസാണ് ഇനി വേണ്ടതെന്നും താഴെ പറയുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്